Hi friends, welcome to my channel V3 Fashion. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു സിമ്പിൾ നൈറ്റി കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് കട്ടിങ്ങിലോട്ട് കിടക്കാം. ഞാൻ നൈറ്റിയുടെ ലെങ്ത് എടുക്കുന്നത് 50 ഇഞ്ചാണ്. 50 ഇഞ്ച് ലെങ്ത് നൈറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുകയാണ്. 51 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ ആണ് വേണ്ടത്, ഹാഫ് ഷോൾഡർ. അപ്പോൾ 6.5 ഇഞ്ചാണ് ഹാഫ് ഷോൾഡർ വരുന്നത്. ഷോൾഡർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഇറക്കം മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് ഇറക്കമാണ് കൈക്കുഴിക്ക് വരുന്നത്. ഇനി ആംബിത്ത്, കൈക്കുഴിയുടെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 1/4, 4 ഭാഗം 8.75 വരും. അപ്പം ഞാൻ 2 ഇഞ്ച് കൂട്ടി 10.75 ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് കൈക്കുഴി വരച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴോട്ട് നമ്മുടെ നെഞ്ചിൻ്റെ അവിടം വരെയുള്ള ലെങ്ത് എടുക്കുക, ഇറക്കം എടുക്കുക. നെഞ്ച് വണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ 1/4 9.5 പ്ലസ് 12 ഇഞ്ച്, അപ്പോൾ 11 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇനി ഷോൾഡറിൽ നിന്ന് നമ്മുടെ അര വരെ വരുന്ന ഭാഗം എടുക്കുക. 15 ഇഞ്ച് ഇറക്കത്തിൽ ഇത് 38 ഇഞ്ച് വണ്ണം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 9.5 പ്ലസ് 2 ഇഞ്ച് 11 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇത് നമുക്ക് ചുരിദാർ കട്ടിങ് നൈറ്റിയാണ്. അപ്പോൾ നമ്മളുടെ ബോഡി ഫിറ്റിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് 20 വരെ നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ 42 ഇഞ്ചാണ് ഹിപ്പിൻ്റെ അവിടെ വണ്ണം വരുന്നത്. അപ്പോൾ 11 ഇഞ്ച് വരും 1/4 പ്ലസ് 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുക്കാം. 12 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കിംഗ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴോട്ട് എന്തോരം ഫ്ലെയർ വേണോ അതനുസരിച്ച് നമുക്ക് ഇതേമാതിരി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കഴുത്തകലം എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇറക്കം എത്രയാണോ അതിനെക്കാട്ട് 1/2 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ എക്സ്ട്രാ കൂടുതൽ എടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അത് ഈക്വലായി പോകും. ഇനി നമുക്ക് സ്ക്വയർ വരച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നെക്ക് ഇതിൽ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇതേമാതിരി ഷോൾഡറും ആം ഹോളും വരുന്ന ഭാഗത്തിൻ്റെ അവിടെയായിട്ടാണ് നമുക്ക് സ്ലീവിന് വേണ്ടുന്ന പീസ് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു ഫോൾഡിങ് പീസാണ്, 2 പീസ് ഉണ്ട്. അത് നമ്മുടെ കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ച് 2 ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ എടുക്കുന്നുണ്ട് മടക്കി തയ്ക്കാനായിട്ട്. കൈ വണ്ണം വരുന്നത് 6 ഇഞ്ചാണ്, ഹാഫ് 12 ഇഞ്ച് വണ്ണമാണ്. അപ്പം ഞാൻ 2 ഇഞ്ച് കൂടുതൽ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് സൈഡിലിട്ട് 4 ഇഞ്ച് ഇതേമാതിരി ചരിച്ച് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ കൈക്കുഴി വരച്ചു കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ നമ്മുടെ നെക്കിന് ആവശ്യമായിട്ട് ഞാൻ ഇതേമാതിരി ഒരു അയൺ സ്റ്റിഫ് ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ടിലേക്ക്. അപ്പോൾ കഴുത്തകലം ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. നൈറ്റിയാണ്, ഒരുപാട് ലെങ്ത്ത് വേണ്ട. 1/2 ഇഞ്ച് കൂടുതലെടുത്ത് 5.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ചിൽ നമുക്കൊരു സ്ക്വയർ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ടൈപ്പ് നെക്കാണോ വേണ്ടത് അതൊന്ന് വരച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ് ഡിസൈൻ ഇതുപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസിലോട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഗ്രീൻ കളർ പീസിലോട്ട് ഞാൻ ഇതേമാതിരി നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിഫ്
അയൺ ചെയ്തിട്ടുണ്ട്. ഇതിന് സൈഡിൽ എക്സ്ട്രാ ഇതേമാതിരി ക്ലോത്ത് വിട്ടിരിക്കുന്നത് ഇതേമാതിരി നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഞാനൊരു പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൈപ്പിംഗ് ത്രെഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് പൈപ്പിംഗ് ത്രെഡ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. നമുക്ക് ഈ ക്ലോത്ത് ഇതേമാതിരി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പൈപ്പിംഗ് ത്രെഡ് നമുക്കിതുപോലെ വെച്ച് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പൈപ്പിംഗ് ത്രെഡ് വെച്ച് ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഇതേമാതിരി നല്ല വശം കമിഴ്ത്തിയിട്ടതിന് ശേഷം ഇതേമാതിരി നമുക്ക് സ്റ്റിഫ് വെച്ച് അടിച്ചു കൊടുക്കാം. Hey there. Subscribe to my channel and also press this bell icon. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മറിച്ചെടുക്കേണ്ട ഭാഗമാണിത്. ഇതിപ്പോൾ ഞാൻ നെക്ക് അടിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ വെച്ച് കൊടുത്ത പീസ് ഇതുപോലെ നമുക്കൊന്ന് ഫ്രണ്ടിലോട്ട് മറിച്ചെടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ വരുന്ന രീതിയിൽ ചുളിവുകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് വിരലുകൾ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം മറിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനത് മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിനും ഇതുപോലെ വൈറ്റ് കളറിലെ പൈപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് ഈ പൈപ്പിംഗ് വെച്ച് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഈ ഫ്രണ്ടിന്റെ യോക്ക് പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നെക്ക്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബാക്ക് നെക്ക് ഞാൻ ഇതേമാതിരി അടിച്ചിട്ടുണ്ട്. ഇത് മറിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതേമാതിരി നെക്ക് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ല രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഇടത്തക്ക വിധം വെച്ചിട്ട് ഇതേമാതിരി ഷോൾഡർ വെച്ച് കൊടുക്കാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട വിധമാണിത്. എന്നിട്ട് ഈ ബാക്ക് പീസ് എക്സ്ട്രാ പീസ് ഇതേമാതിരി മറിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ രണ്ട് ഷോൾഡർ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനിത് മറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ ഫിനിഷിങ്ങിൽ നമുക്ക് ഷോൾഡർ ഫിനിഷായിട്ട് മറിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ഇതേമാതിരി ഒരു 1/2 ഇഞ്ച് വീതം രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഇതേമാതിരി നമ്മൾ കട്ട് ചെയ്ത മെത്തേഡിൽ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫിനിഷിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ റെഡി ഷോൾഡർ നൈറ്റിക്ക് വേണ്ടത് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പം ഞാൻ 3.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ എക്സ്ട്രാ അടിക്കുന്ന 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതേമാതിരി ആദ്യം കട്ട് ചെയ്ത മെത്തേഡിൽ മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ച് കൈക്കുടി അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് നമ്മുടെ നെഞ്ചിൻ്റെ അവിടുത്തെ ഇറക്കം, വേസ്റ്റ് ലെങ്ത് വയറിൻ്റെ അവിടുത്തെ ഇറക്കം, ഹിപ്പിൻ്റെ അവിടം വരെയുള്ള ഇറക്കം 20 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഓരോ ഇറക്കത്തെയും വണ്ണം മാർക്ക് ചെയ്യുക. ഇനി ചെയ്യുന്ന മാർക്കിങ്ങിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് 35 അവിടെ 8.25 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെഞ്ച് 9.5 ഇഞ്ച് 1/4 വരും. 38 ഇഞ്ച് വണ്ണമാണ് വരുന്നത്. വയർ വണ്ണം 38ആണ്. അപ്പം 4/1 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 42 ഇഞ്ചാണ്. അപ്പം ഞാൻ 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ്. നമുക്ക് ഈ ജോയിൻസ് എല്ലാം മാർക്കിംഗ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഇത്തിരി കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴി ചുളുക്കില്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ രണ്ട് നല്ല ഭാഗങ്ങൾ വരത്തക്ക രീതിയിൽ നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കൈയുടെ ഇറക്കം 6 ഇഞ്ച്, അതിനോട് ഒരു 1/2 ഇഞ്ച് കൂടുതൽ നമുക്ക് എടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നിവർത്തിയിട്ടിട്ട്
നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം കുറച്ചുകൂടി ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം. ഇത് കൈക്കുഴിയുടെ അവിടെ ഫ്രണ്ട് ഭാഗത്ത് ചുളുക്കില്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് മാറി പോകാതിരിക്കാനായിട്ട് ഇതേമാതിരി ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ട് ഫ്രണ്ട് പോർഷൻ. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഇതേമാതിരി ഫ്രണ്ടിന്റെ അവിടെ നമ്മൾ സെൻട്രൽ രണ്ടും കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ ഫ്രണ്ട് പോർഷൻ സ്ലീവിന്റെ വരത്തക്ക രീതിയിൽ ഫ്രണ്ട് ഭാഗത്തിട്ട് ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 കൈയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 സൈഡും ഷേപ്പ് ചെയ്യുക. അതിനായിട്ട് മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ഞാൻ 6 ഇഞ്ച് മാർക്കിങ്ങിലോട്ട് അടിച്ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം താഴ്ഭാഗം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ 3 ഷോ ബട്ടൺ എടുത്തിട്ടുണ്ട്. ഈ ഷോ ബട്ടൺ നമ്മുടെ ഈ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുക്കാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 3 ബട്ടണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.